എതിർ സ്ഥാനാർത്ഥികളെക്കാൾ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും മണ്ഡലത്തിലുണ്ടാക്കിയ ബെഞ്ച് മാർക്ക് മറികടക്കുക എന്നതാണ് തനിക്ക് മുന്നിലുള്ള വെല്ലുവിളിയെന്ന് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി പറഞ്ഞു. മണ്ഡലം ചുറ്റും മഹിളകളിൽ സ്മിത ഹരിദാസും പ്രവിത ലക്ഷ്മിയും തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പാലക്കാട് മണ്ഡലം ചുറ്റി ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയുടെ അടുത്താണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ കേട്ടു, ഈ രമേശ് പിഷാരടി ഇങ്ങനെ തമാശ പറയൽ മാത്രമല്ലല്ലേ, ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരനാണ്, പല ചോദ്യങ്ങൾക്കും മറുപടി. പക്ഷേ ഏറ്റവും പ്രശ്നം എന്താ വെച്ചാൽ ഈ ചിരിപ്പിക്കുക എന്നുള്ളത് അതിബുദ്ധിയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമല്ലേ എന്ന് ഞാൻ ആലോചിച്ചു. ഇത്തരം ചോദ്യങ്ങളെ, ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ എങ്ങനെയാണ് നോക്കി കാണുന്നത്? സ്വാഭാവികമാണ്. അത് നമ്മളെ കാണുമ്പോൾ അത് ചോദിക്കുക, അത്തരം കാര്യങ്ങൾ വരിക എന്നുള്ളത് എന്നെ ഇവരിന്നോ ഇന്നലെയോ പെട്ടെന്നോ കണ്ടു തുടങ്ങിയതല്ലല്ലോ. ഒരു 1/4 നൂറ്റാണ്ടെന്ന് പറയും, 25 കൊല്ലമായിട്ട് ഇവരുടെ സ്വീകരണമുറികളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ കാണുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നത് വളരെ സ്വാഭാവികമായൊരു കാര്യമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതിൽ വലിയ അവരെന്തെങ്കിലും ബോധപൂർവം ചോദിക്കുന്നോ മനസ്സിൽ വെച്ച് ചോദിക്കുന്നതെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പം ഇവർക്ക് എന്നെ കാണാൻ അവസരം കിട്ടിയത് എന്നെ പണം തന്ന് കോമഡി പറയാൻ വിളിച്ച സ്ഥലത്തായതുകൊണ്ട് അങ്ങനെ തോന്നുന്നു എന്നുള്ളൂ. പക്ഷെ ഇത് അതിനുള്ളൊരു വേദിയോ സാഹചര്യമോ അല്ല എന്നൊക്കെ ഉള്ള ബോധ്യം എനിക്ക് വളരെ കൃത്യമായിട്ടുണ്ടല്ലോ. ഇതിനു മുൻപ് അറിയാം, ഷാഫി പറമ്പിലാണ് ഈ മണ്ഡലം അടക്കി വാണിരുന്നത്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു. അതിനുശേഷം ഇപ്പൊ പിഷാരടിയാണ് UDF ഇറക്കിയിരിക്കുന്നത്. അപ്പൊ ഇവരുടെ ഒരു രാഷ്ട്രീയ ഉപദേശം കിട്ടിയിട്ടുണ്ടോ? ഉപദേശമുണ്ട്. ഇവരുടെ ഒരു വലിയ കാര്യം തരാം. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ എനിക്കിപ്പോൾ നേരെ മറുപക്ഷത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥികളൊന്നുമല്ല വിഷയം. ഇവരുണ്ടാക്കി വെച്ചേക്കുന്ന ബെഞ്ച് മാർക്കാണ്. ഷാഫിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് എല്ലാവരും അതുപോലെ പറയാണ്, നമ്മളോട് അങ്ങനെ വേണം ഇങ്ങനെ വേണം, ഷാഫി അങ്ങനെ ചെയ്തിരുന്നു, ഷാഫി ഇങ്ങനെ ചെയ്തിരുന്നു, അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനൊരു കലാകാരനായിട്ടാണ് ആളുകളുടെയൊക്കെ മുന്നിൽ നിറഞ്ഞു നിന്നിരുന്നത്. ഇപ്പോൾ രാഷ്ട്രീയക്കാരന്റെ കുപ്പായം ഇടുമ്പോൾ അത് അത്ര എളുപ്പമാണെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ എന്നുള്ള വാക്ക് ഞാൻ തിരുത്തുന്നുണ്ട്. ഞാൻ കുപ്പായം പണ്ടേ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പെട്ടെന്ന് ഇപ്പോൾ അല്ല, ഇപ്പൊ നിയമസഭയിൽ മത്സരിക്കുന്നുണ്ട്, പാർലമെന്റ് ഇലക്ഷൻ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ തോന്നുന്നുള്ളതുള്ളൂ. പക്ഷെ പണ്ട് തൊട്ടേ ഞാനത് ഇടുകയും തുറന്നു പറയുകയും സധൈര്യം ഇതിനോടൊപ്പം ഈ പ്രസ്ഥാനത്തിനോടൊപ്പം കൂടെ നിൽക്കുകയും ചെയ്തിട്ടുള്ള ആള് തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ ഈ ഷാഫി ചെയ്തു വെച്ച അല്ലെങ്കിൽ രാഹുൽ ചെയ്തു വെച്ചതിനപ്പുറത്തേക്ക് ഒരു പദ്ധതി എന്തെങ്കിലും മനസ്സിലുണ്ടോ? ഒരുപാട് പദ്ധതികളുണ്ട്. ടൂറിസം മേഖലയിലുള്ള കാര്യങ്ങൾ, ഇവിടുത്തെ ഒരു പ്രകൃതിയും മനോഹാരിതയൊക്കെ കാണുമ്പോൾ അതിന് വലിയ സ്കോപ്പുള്ള സ്ഥലമാണ്. അത് പുതിയ പദ്ധതികളൊപ്പം ഈ നെല്ല് സംഭരണം പോലെയുള്ള കാര്യങ്ങളിൽ ഈ കേന്ദ്രവും കേരളവും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് ഫണ്ട് കിട്ടിയില്ലെന്ന് ഇവിടുന്നും പറഞ്ഞതിന്റെ കണക്ക് കിട്ടിയില്ലെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ യഥാർത്ഥ പ്രശ്നങ്ങൾ പലപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നില്ല. നമ്മുടെ ഹൈവേയുടെ കാര്യം പറഞ്ഞ പോലെ ഇത് ആരുടെയെന്ന് ചോദിച്ചാൽ പെട്ടെന്നുണ്ടാകുന്നൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ അതേപോലെ ഒരു കൺഫ്യൂഷനാണ്. ഉത്തരവാദികളില്ല പലതിനും. LDF-ഉം BJP-യും തമ്മിൽ ഡീലുണ്ടെന്ന് ഇന്നലെ പറഞ്ഞു, നമ്മുടെ KC പറഞ്ഞു, ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. നമ്മളൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഈ വോട്ടേഴ്സ് ഇതെങ്ങനെ ചിന്തിക്കുന്നു? വോട്ടേഴ്സ് ഇതൊക്കെ ചിന്തിച്ചു വെച്ചിട്ടുണ്ടെന്ന്. വോട്ടേഴ്സിന് അറിയാവുന്ന കാര്യങ്ങൾ ഇവർ എടുത്തു പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല, അല്ലാതെ ഫ്രഷ് ആയിട്ടൊരു പുതിയ കാര്യമൊന്നുമല്ല പറഞ്ഞേക്കുന്നത്. ഈ രണ്ട് പാർട്ടിയുടെയും അണികളോട് നിങ്ങൾ ചെന്ന് ചോദിച്ചു നോക്കിക്കോളൂ. അവരുടെ സീറ്റുകളിൽ എത്തിയേക്കുന്ന ആളുകളെ കൊണ്ടും അതിന്റെ നിലപാടുകളുണ്ടും അവർ വലിയ അസ്വസ്ഥരാണ്. ശരിക്കും ചോദ്യം, പിഷാരടി ഇവിടെ ജയിച്ചു എന്നൊക്കെയാ. അപ്പൊ ഇതുപോലുള്ള അവര് ഡീലായതുകൊണ്ടാണ് ജയിച്ചതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ കഴിവ്, നമ്മുടെ പ്രവർത്തനം, അങ്ങനെ ഒരു സാധനം വരാൻ സാധ്യത. അത് ഇവിടുത്തെ ജനങ്ങൾ വിലയിരുത്തേണ്ട കാര്യമാണ്. അവർക്കറിയാം ഡീലും കാര്യമൊന്നുമല്ല, അവർക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ് ജയിപ്പിക്കുന്നത്. ഏറ്റവും വലിയൊരു ആരോപണമുണ്ട്, പിഷാരടി ജയിച്ചു കഴിഞ്ഞാൽ നേരെ സിനിമയിലേക്ക് തന്നെ തിരിച്ചു പോകും. ഞാനത് ആദ്യത്തെ ദിവസത്തെ എന്റെ ആദ്യത്തെ ഇവിടുത്തെ പ്രസംഗത്തിൽ പറഞ്ഞു, ഞാൻ ഇന്നലെ പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ എന്ന് പറയുന്നത് ഒരു സിനിമാ താരത്തിന് ഇവിടെ പ്രചരണത്തിന് പോലും ഔദ്യോഗികമായിട്ട് ഞാൻ വിളിക്കാത്തത് ഞാൻ UDF-കാരനായിട്ട് ജയിച്ചാൽ മതി എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇതൊക്കെ ഇവർക്ക് മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് കിട്ടുന്ന സാധനങ്ങൾ വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. ഞാൻ അങ്ങനെ പോകും ഇങ്ങനെ പോകുന്നു. ഞാൻ ഇതിന്റെ ഫസ്റ്റ് പോസ്റ്റിൽ തന്നെ ഈ പരിപാടികൾക്ക് ഒരു അർത്ഥവിരാമമാണ്, ഞാൻ കുറച്ച് ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് തന്നെ വന്നിട്ടുള്ള ആളാണ്. രാഹുലിനെതിരായിട്ടുള്ള ആരോപണമൊക്കെ ഏതെങ്കിലും തരത്തിൽ ഞാൻ ഫസ്റ്റ് പത്രസമ്മേളനത്തിൽ തന്നെ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ഈ എന്റർടൈൻമെന്റ് പരിപാടി പറഞ്ഞ കാര്യം പറഞ്ഞിട്ട് ഒന്നുമില്ല, ഒരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നമില്ല. അവളുടെ ശക്തിയുക്തമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.